ഇത്രയും നാൾ അവൻ വിവാഹം വേണ്ടെന്ന് പറയുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് എന്നോട് പറഞ്ഞത്, എനിക്കെൻ്റെ കുഞ്ഞിനെ സ്വന്തം അമ്മയെപ്പോലെ നോക്കുന്ന ഒരമ്മയെയാണ് വേണ്ടത്. അങ്ങനെയുള്ള ആളെ കിട്ടിയാൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന്. അതിലുപരി നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ അവൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിനും വലിയ എതിർപ്പുണ്ടാക്കാൻ വഴിയില്ല. കാരണം നിങ്ങളെപ്പോലെയുള്ള മുതിർന്നവരുടെ തണലും ആ പിഞ്ചു കുഞ്ഞിന് ഒരു നല്ല കുടുംബവും ലഭിക്കുമെന്ന ചിന്ത അവനും ഇഷ്ടപ്പെടും. രാഘവന്റെ കണ്ണുകളിൽ ഒരു ചെറിയ തിളക്കം മിന്നിമറഞ്ഞു. 2 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്. ആ കുഞ്ഞ് അഞ്ജലിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ ആ കുരുന്നിനോടൊപ്പം കളിച്ച് ചിരിച്ച് അവൾ തൻ്റെ പഴയ സങ്കടങ്ങളെല്ലാം മറന്ന് വീണ്ടും പഴയതുപോലെ ഒരു സാധാരണ മനുഷ്യനാകും എന്ന ചിന്ത അദ്ദേഹത്തിന് അതിരട്ട സന്തോഷം നൽകി. എങ്കിൽ പിന്നെ ഇനി എന്തിനാ വൈകിക്കുന്നത്? ആ ചെക്കൻ്റെ വിവരങ്ങൾ എനിക്കു തരൂ. ആദ്യം ഞാൻ പോയി അവനോട് സംസാരിക്കാം. ആ ചെറുപ്പക്കാരൻ്റെ സ്വഭാവം എനിക്ക് ബോധ്യപ്പെടണം. എല്ലാം ഒത്തുവന്നാൽ മാത്രമേ ഞാൻ അഞ്ജലിയോട് ഈ കാര്യം പറയൂ, അദ്ദേഹം വളരെ ദൃഢമായി പറഞ്ഞു. ഞായറാഴ്ച രാവിലെ അടുത്ത നാട്ടിലുള്ള ശ്രീധറിൻ്റെ വീടിന് മുന്നിൽ രാഘവയ്യ തൻ്റെ സ്കൂട്ടർ നിർത്തി. വീട് ചെറുതാണെങ്കിലും കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു. മുറ്റത്തൊരു ചെറിയ മാവ്, അതിനിടയിൽ ഒരു ചെറിയ കട്ടിൽ. ആ കട്ടിലിരുന്ന് കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ്. രാഘവൻ പതുക്കെ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് നടന്നു. ശബ്ദം കേട്ട് തലയുയർത്തി നോക്കിയ ശ്രീധർ കയ്യിലിരുന്ന പാത്രം മാറ്റിവെച്ച് കൈകൾ കഴുകി അദ്ദേഹത്തിനടുത്തേക്ക് വന്നു. എൻ്റെ പേര് രാഘവൻ. മൂർത്തി സാർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നത്. മൂർത്തി സാറിൻ്റെ പേര് കേട്ടയുടനെ ശ്രീധറിന് കാര്യം മനസ്സിലായി. അവൻ അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി. മൂർത്തി സാർ ഇന്നലെ വൈകുന്നേരം തന്നെ ഫോൺ വിളിച്ച് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. സ്വന്തം മകൻ മരിച്ച സങ്കടത്തിനിടയിലും മരുമകളുടെ ജീവിതത്തെക്കുറിച്ചോർത്ത് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ കരുതൽ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ ബഹുമാനം തോന്നി. ഈ കാലത്ത് സ്വന്തം പെറ്റമ്മയും അച്ഛനും പോലും മക്കളെ ഒഴിവാക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങളെപ്പോലുള്ളവരെ കിട്ടിയത്. ആ കുട്ടിയുടെ ഭാഗ്യമാണ്. വെള്ളം കുടിച്ച് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഭാഗ്യം എൻ്റേതാണ് മോനെ. മകൻ മരിച്ച ദിവസം മുതൽ ആ കുട്ടി സ്വന്തം കണ്ണീരടക്കി ഞങ്ങളെ ചേർത്ത് പിടിച്ച് കൂടെയുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്താലും അത് കുറഞ്ഞു പോകും. പക്ഷെ മോനെ, നിന്നെക്കുറിച്ച് മൂർത്തി എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. നിനക്ക് വെറുമൊരു ഭാര്യയെ മാത്രമല്ല ആവശ്യം, നിന്റെ കുഞ്ഞിനെ സ്വന്തം അമ്മയെപ്പോലെ നോക്കുന്ന ഒരു അമ്മയെയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോഴാണ് എൻ്റെ മരുമകളാകാൻ ഏറ്റവും അനുയോജ്യമായ ആൾ നീയാണ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ വന്നത്. ശ്രീധർ അത് ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അഞ്ജലി എങ്ങനെയുള്ളവളാണെന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയാം മോനെ. കള്ളവും ചതിയും ഒന്നും അറിയാത്ത വെണ്ണ പോലത്തെ മനസ്സാണ് അവളുടേത്. മറ്റുള്ളവരുടെ ചെറിയൊരു വിഷമം പോലും കണ്ടു നിൽക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്ന ഒരു പാവം ഹൃദയം. അങ്ങനെയുള്ളവൾ അമ്മയില്ലാത്ത ഈ പിഞ്ചു കുഞ്ഞിനെ കണ്ടാൽ എത്രത്തോളം നെഞ്ചോട് ചെറുക്കുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പെറ്റമ്മയേക്കാൾ ഒട്ടും കുറയാതെ ഈ കുഞ്ഞിനെ അവൾ സ്വന്തം നെഞ്ചിലിട്ട് നോക്കുമെന്നതിന് ഞാൻ ഗ്യാരണ്ടി. നാളെ രാവിലെ മുതൽ ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ അല്പം സമയമെടുത്തേക്കാം. പക്ഷേ നിന്റെ കുഞ്ഞിന് 100% ഒരു നല്ല അമ്മയെ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്നാൽ ഇതിനെല്ലാത്തിനു മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഘവയെ അല്പം നിർത്തി. പറയൂ. അഞ്ജലിക്ക് ഞങ്ങളെ വിട്ടുവരാൻ കഴിയില്ല. ഞങ്ങൾക്ക് അവളെ അങ്ങോട്ട് അയക്കാനും പറ്റില്ല. അതുകൊണ്ട് നീ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളോടൊപ്പം നിൽക്കണം. നാളെ ആളുകൾ എന്ത് വിചാരിക്കുമെന്നോർത്ത് വിഷമിക്കാതെ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് നിന്ന് ആ വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഈ ആലോചനയുമായി നമുക്ക് മുന്നോട്ട് പോകാം. ആ വാക്ക് കേട്ടതും ശ്രീധരൻ്റെ മുഖത്ത് ചെറിയൊരു ആലോചന നിഴലിച്ചു. പെൺവീട്ടിൽ പോയി താമസിക്കുന്നതിനെ പറ്റി കേൾക്കുമ്പോൾ ആർക്കായാലും ചെറിയൊരു മടി കാണുമല്ലോ. അവൻ പതുക്കെ കസേരയിലേക്ക് ചാരിയിരുന്നു. കുറച്ചു നേരം മിണ്ടാതിരുന്നു. പുറത്തുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചാൽ ഒരു പുരുഷൻ എന്ന നിലയിലുള്ള എൻ്റെ അഹങ്കാരം കാരണം ഈ വാക്ക് എനിക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഒരച്ഛൻ എന്ന നിലയിൽ എൻ്റെ മകളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചതിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല. എൻ്റെ കുഞ്ഞിന് ഒരമ്മയോടൊപ്പം നല്ലൊരു കുടുംബവും നിങ്ങളെപ്പോലെയുള്ളവരുടെ സ്നേഹവും കൂടി ഇതിലൂടെ ലഭിക്കുമല്ലോ. എൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു കുടുംബം വീണ്ടും കെട്ടിപ്പടുക്കുകയും
ഒരു പെൺകുട്ടിക്ക് മറുജീവിതം ലഭിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ എവിടെ താമസിച്ചാൽ എന്താ? എനിക്കിതിൽ പൂർണ്ണ സമ്മതമാണ്. അത് കേട്ടതും രാഘവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് ചെന്ന് ശ്രീധരന്റെ തോളിൽ തട്ടി പ്രശംസിച്ചു. എൻ്റെ മകൻ തന്നെ തിരികെ വന്നതുപോലെ തോന്നുന്നുണ്ടടാ മോനെ. ഇനി ഒട്ടും എബിക്ക് വേണ്ട. വരുന്ന ഞായറാഴ്ച നിന്റെ ആളുകളെയും കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. നിങ്ങൾ രണ്ടുപേരും നേരിൽ കണ്ട് സംസാരിച്ചാൽ ആ കുട്ടിക്ക് കൂടിയും കാണാലോ. ഞാൻ തീർച്ചയായും വരാം എന്ന് ശ്രീധർ വാക്ക് നൽകി. രാഘവൻ വീട്ടിലെത്തിയപ്പോൾ ഉച്ചക്ക് 12 മണി കഴിഞ്ഞിരുന്നു. വന്നയുടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ നാളുകൾക്ക് ശേഷം ഒരു നല്ല തെളിച്ചം കാണാമായിരുന്നു. ഉമ്മറം കടന്ന് അകത്തേക്ക് വന്നയുടൻ ഹാളിലിരുന്ന് പച്ചക്കറി നുറുക്കിക്കൊണ്ടിരുന്ന അഞ്ജലിയെ നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ച് അദ്ദേഹം അകത്തെ മുറിയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് എന്തോ ശുഭവാർത്തയുണ്ടെന്ന് പാർവതിക്കുമൊക്കെ മനസ്സിലായി. ഉടനെ തന്നെ അവർ അദ്ദേഹത്തിൻ്റെ പുറകെ മുറിയിലേക്ക് ചെന്നു. എന്താ മുഖമാകെ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നത്? ആ പയ്യനുമായി സംസാരിച്ചോ? വേഗം പറയൂ എന്ന് പതിഞ്ഞ സ്വരത്തിൽ ആകാംക്ഷയോടെ ചോദിച്ചു. നമ്മുടെ കുട്ടിക്ക് പറ്റിയ ഒരു പയ്യനെ കെട്ടി പാർവതി. വളരെ നല്ല പയ്യൻ. നമ്മൾ വെച്ച നിബന്ധനകൾക്കൊന്നും ഒരു മടിയും കൂടാതെ അവൻ സമ്മതിച്ചു. എല്ലാം സംസാരിച്ചുറപ്പിച്ചു. വരുന്ന ഞായറാഴ്ച തന്നെ അവൻ വീട്ടിലെ മുതിർന്നവരെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആവേശത്തിൽ പുറത്തെ ഹാളിലിരുന്ന അഞ്ജലിയുടെ ചെവിയിലും ആ വാക്കുകൾ വീണു. പച്ചക്കറി നുറുക്കിക്കൊണ്ടിരുന്ന അവളുടെ കൈകൾ പെട്ടെന്ന് നിശ്ചലമായി. നെഞ്ചിൽ എന്തെന്നില്ലാത്തൊരു പരിഭ്രമം തുടങ്ങി. മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി സമ്മതം മൂടിയെങ്കിലും സത്യത്തിൽ തൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു വ്യക്തിക്ക് ഇടം നൽകാൻ അവൾ മാനസികമായി തയ്യാറാണോ? കാർത്തിക്കിൻ്റെ ഓർമ്മകളെ മനസ്സിൻ്റെ ഒരു കോണിലേക്ക് ഒതുക്കി വെച്ച് അവൾക്കൊരു പുതിയ ജീവിതത്തിലേക്ക് കാൽവെക്കാൻ കഴിയുമോ? ഇനി വരാൻ പോകുന്ന ആൾ അവളെയും അവളുടെ മനസ്സിനെയും എത്രത്തോളം മനസ്സിലാക്കും? ഇത്തരം ചോദ്യങ്ങൾ അവളെ ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ നോട്ടം അറിയാതെ ചുവരിലുള്ള കാർത്തികിൻ്റെ ഫോട്ടോയിലേക്ക് നീണ്ടു. ആ ഒരാഴ്ചക്കാലം അഞ്ജലിക്ക് എങ്ങനെയാണ് കടന്നു പോയതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. മനസ്സ് മുഴുവൻ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ഒരു വശത്ത് അമ്മായിമ്മയുടെയും അമ്മായിയപ്പൻ്റെയും സന്തോഷം, അവർക്ക് അവളുടെ മേലുള്ള അവിശ്വാസം. മറുവശത്താകട്ടെ മറക്കാൻ കഴിയാത്ത കാർത്തിക്കിൻ്റെ ഓർമ്മകൾ. ഈ ചിന്തകൾക്കിടയിൽ ഉലഞ്ഞുപോയ അവൾ ഞായറാഴ്ച രാവിലെ ഉറക്കമുണർന്നു. രാവിലെ 7 മണിയായപ്പോഴേക്കും അഞ്ജലിയുടെ അച്ഛനും അമ്മയും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് സ്വന്തം മുറിയിലേക്ക് വന്ന അഞ്ജലിയുടെ കൈകളിലേക്ക് സുമതി ഒരു ഇളം മഞ്ഞ നിറമുള്ള സാരി എടുത്തു കൊടുത്തു. മോളെ, പോയി കുളിച്ച് ഈ സാരി ഉടുക്കും. അവർ 10 മണിയാകുമ്പോഴേക്കും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകളുടെ തലയിൽ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു. അഞ്ജലി ആ സാരി കൈകളിലെടുത്ത് ഒന്നും മിണ്ടാതെ അങ്ങനെയിരുന്നു. അവളുടെ നോട്ടം വീണ്ടും ചുവരിലുള്ള കാർത്തിക്കിൻ്റെ ഫോട്ടോയിലേക്ക് തന്നെ പോകുന്നത് സുമതി ശ്രദ്ധിച്ചു. ഒരു ചെറിയ നെടുവീർപ്പോടെ മകളുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് സുമതി പറഞ്ഞു. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരടിത്തറ പോലെയാണ് അഞ്ജലി. അതവിടെ തന്നെ കാണും, മാറില്ല. പക്ഷേ ആ അടിത്തറക്ക് മുകളിലല്ലേ നമ്മൾ പുതിയൊരു വീട് പണിത് ജീവിക്കേണ്ടത്. ഒരാളുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവന്ന് ഒരിക്കലും ആ കുറവ് നികത്താൻ കഴിയില്ല. പക്ഷേ നിന്റെ ഭാവിക്ക് വേണ്ടി നീ സ്വയം തയ്യാറെടുത്തേ പറ്റൂ. പോയി റെഡിയാവും എന്ന് ധൈര്യം കൊടുത്ത് സുമതി മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. കറക്റ്റ് 10 മണിക്ക് വീടിന് മുന്നിൽ വന്ന് ഒരു കാർ നിന്നു. അതിൽ നിന്നിറങ്ങിയ ആളുകളെ കണ്ട് ഉമ്മറത്തിരിക്കുകയായിരുന്ന രാഘവനും കേശവനും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്നു. ഉള്ളിൽ നിന്ന് പാർവതിയമ്മയും വാതിൽക്കലേക്ക് വന്നു. കാറിൽ നിന്ന് ആദ്യം ഒരു സ്ത്രീയും അവർക്ക് പിന്നാലെ മറ്റൊരാളും ഇറങ്ങി. അവർക്ക് തൊട്ടു പിന്നാലെ കൈകൾ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ശ്രീധർ ഇറങ്ങി. രാഘവൻ പുഞ്ചിരിയോടെ മുന്നോട്ട് വന്ന് അവരെ സ്വാഗതം ചെയ്തപ്പോൾ ശ്രീധർ വന്നവരെ പരിചയപ്പെടുത്തിക്കൊടുത്തു. സാറേ, ഇത് എൻ്റെ അമ്മ ജാനകി അമ്മ. ഇദ്ദേഹം എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പ്രസാദ്. ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിരുന്നല്ലോ, അച്ഛന് പക്ഷാഘാതം വന്നിട്ട് കിടപ്പിലാണെന്ന്. അദ്ദേഹത്തിന് എഴുന്നേറ്റ് യാത്ര ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. കുടുംബത്തിലെ മുതിർന്ന ആളെന്ന നിലയിൽ അച്ഛന് പകരമാണ് എൻ്റെ ജ്യേഷ്ഠൻ വന്നിരിക്കുന്നത്. അവൻ വളരെ വിനയത്തോടെ പറഞ്ഞു. അതിനെന്താ മോനെ, ആദ്യം നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യമല്ലേ. വരൂ, അകത്തേക്ക് ഇരിക്കും. അവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു.
എല്ലാവരും ഹാളിലേക്ക് വന്ന് സോഫകളിൽ ഇരുന്നു. എന്നാൽ ശ്രീധർ മാത്രം കുഞ്ഞിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് തല താഴ്ത്തിയാണ് ഇരുന്നത്. ആ വീടിൻ്റെ അന്തരീക്ഷവും അവരുടെ പെരുമാറ്റവും കണ്ടപ്പോൾ അവനവരോട് വലിയൊരു ബഹുമാനം തോന്നി. ശ്രീധറിൻ്റെ ജ്യേഷ്ഠനായ പ്രസാദ് സംസാരിക്കാൻ തുടങ്ങി. രാഘവൻ സാറേ, സത്യം പറഞ്ഞ ഞങ്ങളുടെ അനിയൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമാണ് തോന്നിയത്. സ്വന്തം മകൻ മരിച്ചുപോയ സങ്കടത്തിലിരിക്കുമ്പോൾ പോലും മരുമകൾക്കൊരു നല്ല വഴി കാണിച്ചു കൊടുക്കാൻ മനസ്സ് കാണിച്ച നിങ്ങളുടെ ആ വലിയ മനസ്സിന് മുന്നിൽ കൈകൂപ്പി പോവുകയാണ്. കയ്യിലൊരു പിഞ്ചു കുഞ്ഞുള്ള ഞങ്ങളുടെ അനിയന് നിങ്ങളുടെ മകളുടെ രൂപത്തിൽ ഒരു പങ്കാളിയെയും നിങ്ങളുടെ വീട്ടിൽ ഒരു മകൻ്റെ സ്ഥാനവും നൽകാൻ നിങ്ങൾ തയ്യാറായല്ലോ. ഇതിലും നല്ലൊരു ഭാഗ്യം, ഇതിലും നല്ലൊരു ആലോചനയും നല്ല മനുഷ്യരെയും നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടാനാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു, അദ്ദേഹം വളരെ ബഹുമാനത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ട്രേയിൽ കാപ്പി കപ്പുകളുമായി അഞ്ജലി പുറത്തേക്ക് വന്നു. തല കുനിച്ച് നടന്നു വന്ന അവൾ ആദ്യം ജാനകിയമ്മക്കും പ്രസാദിനും കാപ്പി നൽകി. യാതൊരു ആഡംബരവുമില്ലാത്ത അഞ്ജലിയുടെ രൂപം ജാനകിയമ്മക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അഞ്ജലി പതിയെ നടന്ന് ശ്രീധറിൻ്റെ അടുത്തേക്ക് വന്നു. ഉള്ളിലെ ഏതോ പരിഭ്രമം കാരണം അവളുടെ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ശ്രീധറിന് കാപ്പി കൊടുക്കാനായി അവൾ ട്രേ അവൻ്റെ മുന്നിലേക്ക് നീട്ടി. ശ്രീധർ ഒരു കൈകൊണ്ട് തൻ്റെ കുഞ്ഞിനെ ഭദ്രമായി ചേർത്ത് പിടിച്ച് മറു കൈകൊണ്ട് ട്രേയിൽ നിന്നും കാപ്പി കപ്പ് എടുത്തു. അതുവരെ പുതിയ ആളുകളെ കണ്ട് പിടിച്ച് അച്ഛനെ കെട്ടിപ്പിടിച്ചിരുന്ന ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ ട്രേ പിടിച്ചിരിക്കുന്ന അഞ്ജലിയുടെ കയ്യിലെ ചുവന്ന വളകൾ കണ്ടപ്പോൾ പെട്ടെന്ന് തിളങ്ങി. ശ്രീധർ കപ്പ് എടുത്തയുടൻ തന്നെ അഞ്ജലി ട്രേ അവിടെയുള്ള ടീപ്പോയിൽ വെച്ചു. തുടർന്ന് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവളുടെ സാരിത്തൊമ്പ് കുഞ്ഞു തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് പെട്ടെന്ന് പിടിച്ചു. അമ്മേ എന്ന് വിളിച്ച് മുറുകെ പിടിച്ചു. അത്രയും സ്നേഹത്തോടെ എഴുന്ന ആ വിളി, ആ ഒറ്റ വിളി കേട്ട് ഹാളിലുണ്ടായിരുന്ന എല്ലാവരും സംസാരം നിർത്തി അമ്പരപ്പോടെ നോക്കി നിന്നു. അഞ്ജലിയുടെ നെഞ്ച് ഒരു നിമിഷം ആകെ പിടഞ്ഞുപോയി. അവൾ പതുക്കെ തിരിഞ്ഞ് ആ കുഞ്ഞിനെ നോക്കി. ആ കുരുന്നിൻ്റെ കണ്ണുകളിൽ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. ശ്രീധർ പരിഭ്രമത്തോടെ കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന് സാരിത്തൊമ്പ് മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, സിനി, കൈവിടുമോളെ, അങ്ങനെ പിടിക്കാൻ പാടില്ല. പക്ഷെ അഞ്ജലി പെട്ടെന്ന് തന്നെ ശ്രീധറിൻ്റെ കൈ മൃദുവായി തടഞ്ഞ് താഴേക്ക് കുനിഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു വന്ന കണ്ണീരടക്കിക്കൊണ്ട് ഇരു കൈകളും നീട്ടി ആ കുഞ്ഞിനെ എടുത്തു. സിനി ഒട്ടും കരയാതെ അഞ്ജലിയുടെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് അവളുടെ തോലിലേക്ക് ചേർന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ശ്രീധറിൻ്റെ മുഖത്തെ പരിഭ്രാന്തിയും മാറി. അവിടെ ഒരു ചെറിയ പുഞ്ചിരി പിരിഞ്ഞു. എപ്പോഴും തന്നെ വിട്ടുമാറാത്ത കുഞ്ഞ് അഞ്ജലിയുടെ കൈകളിലേക്ക് ഒട്ടും കരയാതെ പോകുന്നത് കണ്ട് അയാൾക്കുള്ളിൽ കൊണ്ട് വലിയ സന്തോഷം തോന്നി. ഇത്രയും നാൾ മനസ്സിലുണ്ടായിരുന്ന ഭയമെല്ലാം മാറി. തൻ്റെ മകൾക്ക് ഒരു നല്ല അമ്മയെ കിട്ടുമെന്നൊരു ചെറിയ പ്രതീക്ഷയും ഉറപ്പും അയാൾക്ക് ലഭിച്ചു. അഞ്ജലി കുഞ്ഞിനെ അതേപടി എടുത്തുകൊണ്ട് പതുക്കെ നടന്നു. സീന തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് അഞ്ജലിയുടെ കയ്യിലെ ചുവന്ന വളകളിൽ പിടിച്ച് കിലുക്കിക്കൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അഞ്ജലിയുടെ മനസ്സിൽ ഇത്രയും കാലം കൂട്ടുകൂട്ടിയിരുന്ന ആ പേടി ആ കുഞ്ഞിൻ്റെ സ്പർശനം കൊണ്ട് തന്നെ പകുതിയോളം അലിഞ്ഞുപോയി. കാർത്തിക്കിനെ മറക്കണം എന്നൊന്നുമില്ല. എങ്കിലും ഈ കുഞ്ഞു ജീവന് സ്നേഹം നൽകാനായി തൻ്റെ ഹൃദയത്തെ അല്പം കൂടി സ്ഥലം കൊടുത്താൽ അതിലെന്താണ് തെറ്റ് എന്ന് അവൾക്ക് തോന്നി. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജാനകിയമ്മ തൊണ്ട എനിക്ക് ചോദിച്ചു, അതെ, കുട്ടികൾ രണ്ടുപേരും അല്പസമയം സംസാരിച്ചിരുന്നാൽ നന്നായിരിക്കില്ലേ എന്ന് കേശവനെ നോക്കി ചോദിച്ചു. അതെ, അത് മതി. അഞ്ജലി, നീ അവനെയും കൂട്ടി ആ പറമ്പിലേക്കോ വീട്ടുമുറ്റത്തേക്കോ ഒന്നിറങ്ങും മോളെ. അഞ്ജലി കുഞ്ഞിനെയും എടുത്ത് പതുക്കെ എഴുന്നേറ്റു. ശ്രീധറും എഴുന്നേറ്റ് മുതിർന്നവരെ ഒരു തവണ നോക്കിയ ശേഷം അഞ്ജലിയുടെ പുറകെ മുറ്റത്തേക്ക് നടന്നു. പറമ്പിലുള്ള സിമന്റ് തറയിൽ അഞ്ജലി പോയിരുന്നു. സിനി അവളുടെ മടിയിലിരുന്ന് കളിക്കുകയാണ്. ശ്രീധർ കുറച്ചകലെ മാറി നിന്നു. രണ്ടു പേർക്കുമിടയിൽ അല്പനേരം നിശബ്ദതയായിരുന്നു. രണ്ടുപേർക്കും ഒരു ഭൂതകാലമുണ്ട്. രണ്ടുപേരും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരാണ്. ആരോടെങ്ങനെ സംസാരിച്ചു തുടങ്ങണം എന്നറിയാതെ രണ്ടുപേരും അല്പം മടിച്ചു നിന്നു. ഒടുവിൽ ശ്രീധർ തന്നെയാണ് ആ മൗനം ഭേദിച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഇനി എൻ്റെ ജീവിതം ഈ മോൾക്ക് വേണ്ടിയുള്ളത് മാത്രമാണെന്നാണ്
ഞാൻ കരുതിയിരുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് വലിയ പേടിയായിരുന്നു. അവൻ വളരെ ആത്മാർത്ഥമായി പറഞ്ഞു. അഞ്ജലി തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ നിങ്ങളെക്കുറിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ചിന്ത മാറി. നിങ്ങളുടെ അവസ്ഥ എന്താണെന്നും നിങ്ങളുടെ മനസ്സിൽ പഴയകാല ഓർമ്മകൾ എത്രത്തോളം ശക്തമായി ഉണ്ടാകുമെന്നും എനിക്കറിയാം. അവയൊക്കെ മറന്നു കളയണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് ആവശ്യപ്പെടില്ല. എൻ്റെ കുഞ്ഞിന് അമ്മയായി നിങ്ങളും നിങ്ങളുടെ അച്ഛനന്മാർക്കായി മകനായി ഞാനും ഉത്തരവാദിത്തങ്ങൾ പങ്കിട്ടെടുത്ത് പരസ്പരം ഒരു തുണയായി ഈ പുതിയ ജീവിതം തുടങ്ങാൻ പൂർണ്ണ മനസ്സോടെ സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാം, ശ്രീധർ വളരെ വ്യക്തമായി പറഞ്ഞു. ശ്രീധറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അഞ്ജലിയുടെ മനസ്സിലുണ്ടായിരുന്ന ആദിയെല്ലാം അലിഞ്ഞുപോയി. തൻ്റെ മനസ്സ് ഇത്രത്തോളം മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയല്ലോ എന്ന് അവൾക്ക് തോന്നി. മടിയിലിരുന്ന സിനിയുടെ തലയിൽ തലോടിക്കൊണ്ട് അവൾ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പേടിയും അതുതന്നെയായിരുന്നു. എൻ്റെ മനസ്സിൽ കാർത്തിക്കിൻ്റെ ഓർമ്മകൾ അങ്ങനെ തന്നെയുണ്ട്. ഇപ്പോൾ മറ്റൊരാളോടൊപ്പം ഒരു ജീവിതം പങ്കിടുമ്പോൾ ഞാൻ കാർത്തിക്കിനോട് ചെയ്യുന്നത് അനീതിയാണ് എന്ന സങ്കടം എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നെയും എൻ്റെ ഭൂതകാലത്തെയും മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്ന ഭയത്തിലായിരുന്നു ഞാൻ. പക്ഷേ നിങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് വലിയൊരു ആശ്വാസം തോന്നി. ശ്രീധർ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. അതിൽ വിഷമിക്കാൻ എന്തിരിക്കുന്നു? ജീവനത്തിൽ സ്നേഹിച്ച ഒരാളെ അത്ര പെട്ടെന്ന് മറക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഈ മോളെ കാണുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഭാര്യയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് അവളെ മറക്കാൻ കഴിയാത്തപ്പോൾ നിങ്ങളുടെ ഭൂതകാലം മറക്കാൻ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് ആവശ്യപ്പെടുക? നമ്മൾ രണ്ടുപേരുടെയും സങ്കടം ഒന്നാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഇത് കേട്ടപ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നിങ്ങൾ എന്നെ മനസ്സിലാക്കിയതുപോലെ ഞാനും ഈ മോളെ എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെ നോക്കിക്കോളാം. പക്ഷേ അവളൊന്നും മടിച്ചു നിന്നു. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ സമ്മതിച്ചതായി അച്ഛൻ പറഞ്ഞു. പക്ഷേ നാളെ ആളുകൾ ഇതിനെ പലതരത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകില്ലേ? അവൾ അല്പം സംശയത്തോടെ ചോദിച്ചു. ശ്രീധർ വീണ്ടും ചെറുതായി ചിരിച്ചു. അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക് അതുപോലെ തോന്നുകയുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു നല്ല കുടുംബത്തെയാണ് കിട്ടുന്നത് എന്നാണ് തോന്നുന്നത്. എൻ്റെ അച്ഛനമ്മമാർക്ക് കൂട്ടിനായി എൻ്റെ ജ്യേഷ്ഠനുണ്ട്. പക്ഷെ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് നിങ്ങളല്ലേ എല്ലാം. പോരാത്തതിന് എൻ്റെ മകൾക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയെയും സ്നേഹവും കിട്ടും. ഞാൻ നിങ്ങളുടെ മരുമകനായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ അമ്മായിയപ്പൻ മറ്റൊരു മകനെ പോലെയാണ് വരുന്നത്. ഈ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, അവൻ വളരെ ലളിതമായി പറഞ്ഞു. ആ വാക്കുകളോടെ അഞ്ജലിയുടെ മനസ്സിൽ ഇത്രയും നാളുണ്ടായിരുന്ന അവസാനത്തെ സംശയവും മാറിപ്പോയി. നമുക്ക് അകത്തേക്ക് പോയാലോ? അവൾ പതിയെ ചോദിച്ചു. തുടർന്ന് കുഞ്ഞിനെ കൈകൾ എടുത്തുകൊണ്ട് തിണ്ണയിൽ നിന്നും എഴുന്നേറ്റു. ശ്രീധർ സന്തോഷത്തോടെ തലയാട്ടി. രണ്ടുപേരും അകത്തേക്ക് വന്ന ഉടനെ എല്ലാവരും അവരുടെ നേർക്ക് തന്നെ നോക്കി. അഞ്ജലിയുടെ മുഖത്തെ ശാന്തത കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് നടന്നതെന്ന് മുതിർന്നവർക്ക് മനസ്സിലായി. എന്താ മോളെ അഞ്ജലി, സംസാരിച്ചോ? രാഘവൻ അല്പം ആകാംക്ഷയോടെ ചോദിച്ചു. അഞ്ജലി തൻ്റെ മടിയിലിരുന്ന സിനിയെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ കുഞ്ഞിന് ഞാൻ അമ്മയായിരിക്കും. അവൾ അത് വളരെ പതിയെയാണ് പറഞ്ഞത്. ആ വാക്കുകൾ കേട്ടതും ആ വീട് മുഴുവൻ പെട്ടെന്ന് തന്നെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. രാഘവൻ ദൈവത്തോട് നന്ദി പറഞ്ഞു കൈകൂപ്പി തൊഴുതു. പാർവതിയമ്മ അടുത്ത് വന്ന് അഞ്ജലിയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് കണ്ണുകൾ തുളച്ചു. ശ്രീധരൻ്റെ ജ്യേഷ്ഠൻ പ്രസാദ് ചിരിച്ചുകൊണ്ട്, ഇനി എന്തിനാ വെറുതെ വേഗിപ്പിക്കുന്നത്? രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നീ മുഹൂർത്തമൊക്കെ നോക്കി കാത്തിരിക്കുന്നതെന്തിനാ? വരുന്ന വ്യാഴാഴ്ച തന്നെ അമ്പലത്തിൽ വെച്ച് ലളിതമായി കല്യാണം നടത്താം. നിങ്ങളെന്താ പറയുന്നത്? അതിലും വലിയ സന്തോഷം വേറൊന്നുണ്ട് പ്രസാദ്, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, രാഘവയ്യ പറഞ്ഞു. അഞ്ജലിയുടെ നോട്ടം വീണ്ടും ചുവരുള്ള കാർത്തിക്കിൻ്റെ ഫോട്ടോയിലേക്ക് നീണ്ടു. പക്ഷേ ഇത്തവണ അവളുടെ മനസ്സിൽ യാതൊരുവിധ ഭാരവും ഉണ്ടായിരുന്നില്ല. അവളുടെ പുതിയ ജീവിതത്തോടുള്ള ഒരു ശാന്തമായ സമ്മതം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വ്യാഴാഴ്ച രാവിലെ രാമക്ഷേത്രം തോരങ്ങളാൽ അലങ്കൃതമായി മനോഹരമായി കാണപ്പെട്ടു. യാതൊരുവിധ ആഡംബരങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ തികച്ചും സ്വന്തം എന്ന് കരുതുന്ന ഒരു 15-20 പേരുടെ സാന്നിധ്യത്തിൽ വളരെ ശാന്തമായൊരു കല്യാണ ചടങ്ങാണ് നടക്കുന്നത്.
ശ്രീധരന്റെ അച്ഛന് പക്ഷാഘാതം വന്നതുകൊണ്ട് പുള്ളിക്ക് വരാൻ കഴിയില്ലെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ രാഘവൻ പ്രത്യേകം കാറയച്ച് വീൽ ചെയറൊക്കെ റെഡിയാക്കി അദ്ദേഹത്തെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മകന്റെ കല്യാണം സ്വന്തം കണ്ണാലെ കണ്ട് ആ വീൽ ചെയറിലിരുന്ന് അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഇളം റോസ് നിറമുള്ള പട്ടുസാരിയെടുത്ത് അഞ്ജലിയും വെള്ളം മുണ്ടെടുത്ത് ശ്രീധരനും കല്യാണപീഠത്തിൽ ഇരിക്കുകയാണ്. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നപ്പോൾ അവർക്കെതിരെ ഇരുന്ന രാഘവന്റെ മുഖത്ത് തന്റെ വലിയൊരു ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയതിന്റെ ആശ്വാസവും സംതൃപ്തിയും വ്യക്തമായി കാണാമായിരുന്നു. അടുത്തു തന്നെ ഇരുന്ന കേശവൻ സ്നേഹത്തോടെ രാഘവന്റെ കൈകളിൽ പിടിച്ചു. കറക്റ്റ് മുഹൂർത്ത സമയത്ത് പൂജാരി ശ്രീധരന്റെ കൈകളിലേക്ക് താലിയെടുത്തു നൽകി. നാദസ്വരവും മേളവും മുഴങ്ങിയപ്പോൾ ശ്രീധരൻ പതുക്കെ താലി കെട്ടി. ഇതെല്ലാം കണ്ടപ്പോൾ അഞ്ജലിയുടെ മനസ്സിലുണ്ടായിരുന്ന ചെറിയൊരു പേടിയും ആശങ്കയുമൊക്കെ പൂർണ്ണമായി മാറിപ്പോയി. കല്യാണ ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ എല്ലാവരും വീട്ടിലെത്തി. ഉമ്മറപ്പടയിൽ ശ്രീധരനും അഞ്ജലിയും വന്ന് നിന്നപ്പോൾ പാർവതിയമ്മയും സുമേധയും ചേർന്ന് അവർക്ക് ആരതി ഒഴിഞ്ഞു. ആരതി കഴിഞ്ഞ ഉടനെ തന്നെ അതുവരെ പ്രസാദിന്റെ കയ്യിലിരുന്ന കുഞ്ഞ് സിനി താഴെ ഇറങ്ങി. അവൾ കുഞ്ഞിപ്പാദങ്ങൾ വെച്ചോടി വന്ന് അഞ്ജലിയുടെ അരികിലെത്തി. അവളുടെ സാരിത്തുമ്പിൽ പിടിച്ച് ഓമനത്തത്തോടെ അമ്മയെന്ന് വിളിച്ചു. ആ വിളി കേട്ടതോടെ രാവിലെ മുതലുണ്ടായിരുന്ന അഞ്ജലിയുടെ ക്ഷീണമെല്ലാം എങ്ങോ പറന്നുപോയി. അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ താഴേക്ക് കുഴഞ്ഞ് ആ കുഞ്ഞിനെ എടുത്ത് സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്തു. ആ കുഞ്ഞിനെ കൈകളിൽ ഏന്തിക്കൊണ്ട് തന്നെ ശ്രീധറുമൊത്ത് വലത് കാൽ വെച്ച് അഞ്ജലി ആ വീട്ടിലേക്ക് തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. വൈകുന്നേരമായപ്പോഴേക്കും ബന്ധുക്കളെല്ലാം യാത്രയായി. ശ്രീധറിൻ്റെ അച്ഛനമ്മമാരും ജ്യേഷ്ഠന്മാരും മടക്കയാത്ര തിരിച്ചു. രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞതോടെ അഞ്ജലി സിനിയെയും എടുത്ത് മുറിയിലേക്ക് നടന്നുപോയി. കട്ടിൽ കിടത്തിയ സിനിയെ മെല്ലെ താരാട്ടുപാടി ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാതിൽ തുറന്ന് ശ്രീധർ അകത്തേക്ക് വന്നു. അഞ്ജലി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്നു. മുറിയിലെ അന്തരീക്ഷം അല്പം ഗൗരവമുള്ളതായി മാറി. ശ്രീധർ മെല്ലെ ചൂടകൾ വെച്ച് കട്ടിലിനടുത്തേക്ക് വന്നു നിന്നു. ഉറങ്ങിക്കിടക്കുന്ന സിനിയുടെ നെറ്റിൽ ഉമ്മ വെച്ചിട്ട് ഭിത്തിയുടെ വശത്തേക്ക് നോക്കി. അവിടെ കാർത്തിക്കിൻ്റെയും അഞ്ജലിയുടെയും കല്യാണ ഫോട്ടോ ഉണ്ടായിരുന്നു. അഞ്ജലി പരിഭ്രമത്തോടെ അങ്ങോട്ട് നോക്കി. ആ ഫോട്ടോ അവിടുന്ന് മാറ്റണോ വേണ്ടയോ എന്നറിയാത്ത ആശയക്കുഴപ്പത്തിൽ മുന്നോട്ട് നീങ്ങി. അവളുടെ പരിഭ്രമം ശ്രദ്ധിച്ച ശ്രീധർ മെല്ലെ അവളുടെ നേർക്ക് തിരിഞ്ഞു. വേണ്ട അഞ്ജലി, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. വളരെ ശാന്തവും സ്വാഭാവികവുമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. അഞ്ജലി അത്ഭുതത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, നിങ്ങളുടെ ഭൂതകാലത്തോട് എനിക്ക് എപ്പോഴും ബഹുമാനമേ ഉള്ളൂ. ഒരാളുടെ ഓർമ്മകളെ മായ്ച്ചു കളയാൻ എനിക്ക് എന്ത് അവകാശമാണുള്ളത്? ഈ മുറിയിലായാലും ശരി, മനസ്സിലായാലും ശരി, ആ സ്ഥാനം അദ്ദേഹത്തിൻ്റെത് തന്നെയാണ്. ഞാൻ വെറും നിങ്ങളുടെ ഭാവിക്കൊരു കൂട്ടായി വന്നതാണ്, അല്ലാതെ നിങ്ങളുടെ ഭൂതകാലത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ഇത്. നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് നല്ലൊരു സൗഹൃദത്തോടെ ഈ പുതിയ ജീവിതം തുടങ്ങിയാലോ? ഈ കുഞ്ഞിന് നല്ലൊരു അമ്മയും അച്ഛനുമായി നമുക്ക് ജീവിക്കാം. ഇതിനപ്പുറം ഇപ്പോൾ ഞാൻ നിന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. വളരെ ശാന്തമായും വ്യക്തമായും അയാൾ അവളോട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും അഞ്ജലിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. പക്ഷേ ആ കണ്ണീരും സങ്കടമായിരുന്നില്ല, മറിച്ച് ഇത്രയും ഉദാരമനസ്കനായ ഒരാളെ ഭർത്താവായി കിട്ടിയതിലുള്ള സന്തോഷവും കൃതജ്ഞതയും മാത്രമായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ രണ്ടു കൈകൾ കൊണ്ടും കണ്ണീർ തുടച്ചു. എന്നിട്ട് നന്ദിയോടെ അയാളെ നോക്കി കൈകൾ കൂപ്പി. ശ്രീധർ ഒരു ചെറുപുഞ്ചിരിയോടെ കസേലയിരുന്ന് കയ്യിലിരുന്ന പുസ്തകം തുറന്നു. കട്ടിലിൽ സമാധാനമായി ഉറങ്ങുന്ന സിനിയുടെ അരികിലെത്തിക്കുമ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ ഇത്രയും നാളത്തെ ഇരുട്ടിനു ശേഷം ആദ്യമായി ഒരു മനോഹരമായ തെളിച്ചം തെളിയുന്നത് പോലെ തോന്നി.